നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കോഴിക്കോട് വടകരയിൽ ദേശീയപാതയോരത്ത് വാഹനത്തിനകത്ത് 2 യുവാക്കൾ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ശാസ്ത്രീയ പരിശോധന തുടങ്ങി. വിഷവാതകമായ കാർബൺ മോണോക്സൈഡ് വാഹനത്തിലെത്തിയത് എങ്ങനെയെന്ന് കണ്ടെത്താനാണ് പരിശോധന. പോലീസിനൊപ്പം NITയിലെ വിദഗ്ധ സംഘവും ഫോറൻസിക് വിഭാഗവും വാഹനം നിർമ്മിച്ച ബെൻസ് കമ്പനിയുടെ സാങ്കേതിക വിദഗ്ധരുമാണ് പരിശോധനയിൽ പങ്കെടുക്കുക. കാർബൺ മോണോക്സൈഡ് ശ്വസിച്ചാണ് മരണമെന്ന് പോസ്റ്റ്മോർട്ടം പ്രാഥമിക റിപ്പോർട്ടിൽ വ്യക്തമായിരുന്നു. കാരവാനിൽ ഘടിപ്പിച്ചിരുന്ന ജനറേറ്ററിൽ നിന്നാകാം വിഷവാതകം വന്നതെന്നാണ് നിഗമനം. ഇതെങ്ങനെ കാരവാനകത്ത് എത്തിയെന്ന് കണ്ടെത്താനാണ് പരിശോധന. മലപ്പൂർ വണ്ടൂർ സ്വദേശി മനോജ് കുമാറിനെയും കാസർഗോഡ് വെള്ളരിക്കുണ്ട് സ്വദേശി ജോയലിനെയുമാണ് കഴിഞ്ഞ മാസം കാരവാനിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കഴിഞ്ഞ മാസം 23-നായിരുന്നു സംഭവം. ഒരു രാത്രിയും പകലുമാണ് ആരുമറിയാതെ ദേശീയപാതയോരത്ത് നഗരമധ്യത്തിൽ വാഹനത്തിനകത്ത് 2 യുവാക്കൾ മരിച്ചു കിടന്നത്. വിവാഹ സംഘവുമായിട്ടാണ് ഇരുവരും കണ്ണൂരിലെത്തിയത്. രാത്രിയോടെ മടങ്ങിയെത്തി. രാത്രി 12 മണിയോടെ വടകര കരിമ്പര പാലത്തിനടുത്ത് വാഹനം നിർത്തി. AC ഇട്ട് വാഹനത്തിനുള്ളിൽ വിശ്രമിച്ചു. അടുത്ത ദിവസമായിട്ടും തിരിച്ചെത്താത്തതിനെ തുടർന്ന് വാഹന ഉടമകൾ അന്വേഷിച്ചപ്പോഴാണ് മരണവിവരം അറിയുന്നത്. കാരവാന്റെ ഉള്ളിൽ കാർബൺ മോണോക്സൈഡ് എങ്ങനെ എത്തിയെന്ന് കണ്ടെത്താനാണ് വിശദമായ പരിശോധന നടത്തുന്നത്. ജനറേറ്ററിൽ നിന്നാണ് വിഷപ്പുക വന്നതെന്ന് നേരത്തെ സ്ഥിരീകരിച്ചിരുന്നു. ജനറേറ്ററിൽ നിന്നുള്ള വിഷപ്പുക എങ്ങനെ കാരവാനിന്റെ ഉള്ളിലേക്ക് കയറി എന്നതടക്കം കണ്ടെത്താനാണ് വിശദമായ പരിശോധന. ACയിലെ ഗ്യാസ് ചോർച്ചയാകാം മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനമെങ്കിലും മരണത്തിൽ പോലീസ് അസ്വാഭാവികത സംശയിക്കുന്നുണ്ട്. ദേശീയപാതയിൽ കരിമനപ്പാലത്തെ KTDC റെസ്റ്റോറന്റിന് പോകുന്ന വഴിയിലൂടെ തുടക്കത്തിൽ തന്നെയാണ് വണ്ടി നിർത്തിയിട്ടിരുന്നത്. തിരക്കേറിയ റോഡിന് സമീപമായതിനാൽ ആരും തന്നെ വണ്ടി ശ്രദ്ധിച്ചിരുന്നില്ല. ഈ സംഭവം അറിഞ്ഞ് 100 കണക്കിന് ആളുകളായിരുന്നു സംഭവസ്ഥലത്ത് തടിച്ചുകൂടിയിരുന്നത്. ആളുകളെ നിയന്ത്രിക്കാൻ പോലീസ് വണ്ടിക്ക് ചുറ്റും വടം കെട്ടുന്ന അവസ്ഥയായിരുന്നു. ദേശീയപാതയിൽ സംഭവ ദിവസം രാവിലെ മുതൽ വാഹനം നിർത്തിയിട്ടിരുന്നു. കുന്നംകുളത്തുകാരായ ഒരു കുടുംബത്തെ ഞായറാഴ്ച ഒരു കല്യാണത്തിൽ പങ്കെടുക്കുന്നതിലേക്കായി കാരവാനിൽ കണ്ണൂരിലേക്ക് എത്തിക്കുകയായിരുന്നു. ശേഷം അന്ന് രാത്രി 11ഓടെ ജോയിലും മനോജും കണ്ണൂരിൽ നിന്ന് തിരിക്കുകയും ചെയ്തു. 12:30ഓടെയാണ് കരിമ്പനപ്പാലത്ത് റോഡരികിൽ വാഹനം നിർത്തിയിട്ടത്. തിങ്കളാഴ്ച ഉച്ചയോടെ വാഹനം മലപ്പുറത്തേക്ക് എത്തേണ്ടതായിരുന്നു. കാരവാൻ എത്താത്തതിനെ തുടർന്ന് കമ്പനി നടത്തിയ അന്വേഷണത്തിലായിരുന്നു കരിമ്പനപ്പാലത്ത് നിർത്തിയിട്ടിരിക്കുന്നതായി GPS-ന്റെ സഹായത്തോടെ കണ്ടെത്തിയത്. പിന്നാലെ പ്രദേശവാസികൾ ഒരാളെ അറിയിക്കുകയായിരുന്നു. തുടർന്ന് നാട്ടുകാർ നടത്തിയ അന്വേഷണത്തിലാണ് 2 മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. കാരവാന്റെ പുറകിലായി പുതച്ച നിലയിലായിരുന്നു ജോയലിന്റെ മൃതദേഹം. കാരവാനിൽ വാതിലിനോട് ചേർന്നായിരുന്നു മനോജിന്റെ മൃതദേഹം കിടന്നത്. മനോജിന്റെ കയ്യിൽ വണ്ടിയുടെ താക്കോൽ ഉണ്ടായിരുന്നു. രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടെ മരണപ്പെട്ടതാകാമെന്നാണ് പോലീസ് സംശയിച്ചത്. മലപ്പുറം എടപ്പാളിൽ ഫ്രണ്ട് ലൈൻ ഹോസ്പിറ്റാലിറ്റി പ്രോപ്പർട്ടി മാനേജ്മെന്റ് സ്ഥാപനത്തിന്റേതാണ് വാഹനം. KL 54P1060 വാഹനത്തിൽ എടപ്പാളിൽ നിന്നും വിവാഹ പാർട്ടിയെ വൈകിട്ട് 3:30ഓടെ കണ്ണൂരിൽ ഇറക്കി തിരിച്ചു വരികയായിരുന്നു. തിങ്കളാഴ്ച വൈകിട്ടോടെ മലപ്പുറത്ത് ഇവർ വാഹനവുമായി എത്തേണ്ടിയിരുന്നതാണ്. എത്താത്തതിനെ തുടർന്ന് ലൊക്കേഷൻ മനസ്സിലാക്കി സ്ഥാപനവുമായി ബന്ധപ്പെട്ടവരും അന്വേഷണത്തിന് ഇറങ്ങുകയായിരുന്നു. AC ഇട്ട് ഉറങ്ങിയപ്പോൾ ഉള്ളിൽ കാർബൺ മോണോക്സൈഡ് നിറഞ്ഞ് അത് ശ്വസിച്ചതാകാം മരണത്തിനിടയാക്കിയതെന്നായിരുന്നു സംശയം നിഴലിച്ചിരുന്നത്. മൃതദേഹം കാണുമ്പോൾ AC ഓണായ നിലയിലായിരുന്നു. പാർക്കിംഗ് ലൈറ്റും കത്തുന്നുണ്ട്. ദേശീയപാതയിൽ കരിമനപ്പാലത്തെ KTDC റെസ്റ്റോറന്റിന് പോകുന്ന വഴിയിലൂടെ തുടക്കത്തിൽ തന്നെയായിരുന്നു വണ്ടി നിർത്തിയിരുന്നത്. തിരക്കേറിയ റോഡായതിനാൽ ആരും വണ്ടി അത്ര ശ്രദ്ധിച്ചിരുന്നില്ല. വിഷവാതകമായ കാർബൺ മോണോക്സൈഡ് വാഹനത്തിലെത്തിയത് എങ്ങനെയെന്ന് കണ്ടെത്താനാണ് നിലവിലെ പരിശോധന. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.